നാം മംഗളവാർത്താക്കാലത്തിലെ 4-ാമത്തെ ഞായറാഴ്ചയിലാണ് ആയിരിക്കുന്നത്. മംഗളവാർത്താക്കാലം 4-ാമത്തെ ഈ ഞായറാഴ്ചയുടെ മറ്റൊരു പ്രത്യേകത, ഇന്ന് വൈകുന്നേരം, ഇന്ന് രാത്രി നാം ഈശോയുടെ തിരുപ്പിറവി ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. ഈ മംഗളവാർത്താക്കാലം 4-ാം ഞായറാഴ്ച ഈശോയുടെ പിറവിയോട് ഏറ്റവും അടുത്ത് ആയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നാം ഇന്നേ ദിവസം ഏറ്റവും പ്രത്യേകമായി സുവിശേഷത്തിൽ വായിച്ചു കേൾക്കുന്ന മനോഹരമായ ഒരു വിവരണമെന്ന് പറയുന്നത് വിശുദ്ധ യൗസേപ്പ് പിതാവിന് ഈശോയുടെ പിറവിയിലുള്ള സവിശേഷമായ സ്ഥാനത്തെക്കുറിച്ച് നാം കണ്ടു. യൗസേപ്പ് പിതാവിന് പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നത് പോലെ തന്നെയുള്ളതായ സവിശേഷമായ ഒരു സ്ഥാനം ഈശോയുടെ മനുഷ്യാവതാരത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഈ വചനഭാഗം വായിച്ചു കേൾക്കുമ്പോൾ നാം മനസ്സിലാക്കുകയാണ്. കാരണം ഈശോയ്ക്ക് ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാൻ ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലം അനിവാര്യമായിരുന്നു. ആ കുടുംബത്തിൻ്റെ പവിത്രവും അതിലേറെ സുരക്ഷിതവുമായ വിശുദ്ധമായ പശ്ചാത്തലത്തിൽ ഈശോയ്ക്ക് പിറക്കുവാനും വളരുവാനും അവസരമൊരുക്കുവാൻ ദൈവപിതാവ് ഒരു അപ്പനെയും ഒരു അമ്മയെയും കണ്ടെത്തി. വിശുദ്ധ യൗസേപ്പ് പിതാവ് ആ അപ്പനായി, പരിശുദ്ധ കന്യകാമറിയം ആ അമ്മയായി പവിത്രമായ ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈശോ ജനിക്കുകയാണ്. ഇവിടെ നാം പലപ്പോഴും ഒരുപാട് വേദികളിലും ഒരുപാട് അവസരങ്ങളിലുമെല്ലാം പരിശുദ്ധ അമ്മയ്ക്കുള്ളതായ സ്ഥാനത്തെക്കുറിച്ചൊക്കെ ഒരുപാട് മനോഹരമായി കേൾക്കാറുണ്ട്. എന്നാൽ വിശുദ്ധ യൗസേപ്പ് പിതാവിന് ദൈവവചനം കൊടുക്കുന്നതായ ചില ആധികാരികമായ സ്ഥാനത്തെക്കുറിച്ച് ഇന്നത്തെ സുവിശേഷം നമ്മോട് പറയുന്നത്. ഉദാഹരണത്തിന് വിശുദ്ധ യൗസേപ്പ് പിതാവിനോട് സ്വർഗം സവിശേഷമായി ഇടപെട്ട് ആവശ്യപ്പെടുകയാണ്, നീ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുന്നതിൽ ശങ്കിക്കേണ്ട. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ഇടപെടൽ മുഖേനയാണ് മറിയം ഗർഭിണിയായിരിക്കുന്നത് എന്നും അവളിലൂടെ ദൈവമാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വരാൻ പോകുന്നത് എന്നും ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവം തന്നെയാണ്, അഥവാ പുറപ്പാട് സംഭവത്തിൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇടപെട്ട ഇമ്മാനുവേലായ ദൈവം, കൂടെ വസിച്ചവനായ ദൈവം, ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്ന ദൈവജനത്തിൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് അവരെ ആ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് അവരുടെ കൂടെ നടന്ന് ആ മരുഭൂമിയുടെ 40 വത്സരക്കാലം അവരുടെ കൂടെ വസിച്ചുകൊണ്ട് അവർക്ക് വിശന്നപ്പോൾ മന്നയും ദാഹിച്ചപ്പോൾ പാറയിൽ നിന്ന് ജലവും നൽകി, പകല് മേഘമായും രാത്രി അഗ്നിയായും കൂടെ നടന്ന ഇമ്മാനുവേലായ, കൂടെ വസിക്കുന്നവനായ ആ ദൈവം തന്നെയാണ് ഇസ്രായേലിൻ്റെ ജീവിതത്തിലേക്ക്, അടിമത്തത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വന്ന് അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി കടന്നു വരുന്നത് എന്ന് വിശുദ്ധ യൗസേപ്പ് പിതാവിനോട് സ്വർഗം നേരിട്ട് ഇറങ്ങി വന്ന് അരുളി ചെയ്യുകയാണ്, നീ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുന്നതിൽ ശങ്കിക്കേണ്ട. രണ്ടാമതായി നാം ഇവിടെ കാണുന്നത് വിശുദ്ധ യൗസേപ്പ് പിതാവിന് സ്വർഗം പ്രത്യേകമായ ഒരു അധികാരം നൽകുന്നത് നാം കാണുകയാണ്. എന്താ ഈ അധികാരമെന്ന് പറയുന്നത്? നീ അവന് ഈശോ എന്ന് പേരിടണം. സ്നേഹമുള്ളവരെ, ബൈബിളിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ, ദൈവജനത്തിൻ്റെ, ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, സ്വർഗം ഒരു പിതാവിന് നൽകുന്ന അധികാരമാണ് തൻ്റെ കുഞ്ഞിന് പേര് ഇടുവാനുള്ള അധികാരമെന്ന് പറയുന്നത്. ഇവിടെ സ്വർഗം ആ ഉത്തരവാദിത്വം യൗസേപ്പ് പിതാവിനെ ഭരമേൽപ്പിക്കുകയാണ്. കാരണം കേവലം ഒരു വളർത്തു പിതാവിൻ്റെ സ്ഥാനമല്ല യൗസേപ്പ് പിതാവിന് അവിടെയുള്ളത് എന്ന് സ്വർഗം ദൈവജനത്തോട് അരുളി ചെയ്യുകയാണ്. കേവലം ഒരു വളർത്തു പിതാവ് അല്ലെങ്കിൽ ഒരു ദൈവകരങ്ങളിലെ കേവലം മാനുഷികമായ ഒരു ഉപകരണത്തിനപ്പുറത്ത് ദാവീദിൻ്റെ പരമ്പരയിൽപ്പെട്ട യൗസേപ്പിൻ്റെ മകനായിട്ട് ഈ ഭൂമിയിലേക്ക് പിറന്നവനാണ് ഈശോ എന്ന്. ഒരുപക്ഷെ ശാരീരികമായ ഒരു പൈതൃകത്വത്തിൻ്റെ അവകാശം യൗസേപ്പ് പിതാവിന് അവകാശപ്പെടാൻ സാധിക്കില്ല എങ്കിലും സ്വർഗം നൽകുന്ന, ദൈവം നൽകുന്ന ആത്മീയമായ പിതൃത്വത്തിൻ്റെ ഒരു അധികാരം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും. കാരണം യൗസേപ്പ് പിതാവിൻ്റെ സവിശേഷമായ സമർപ്പണത്തിൻ്റെയും
അനിതര സാധാരണമായ വിശുദ്ധമായ സഹകരണത്തിൻ്റെയും ഫലമായിട്ടാണ് ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നതും ഈശോയ്ക്ക് പിറക്കുവാൻ ഈ ഭൂമിയിൽ ഒരു കുടുംബം ഒരുക്കപ്പെടുകയും ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, നാം ഇന്ന് ഈ മംഗളവാർത്താ കാലത്തിൻ്റെ 4-ാം ഞായറാഴ്ച ഈശോയുടെ പിറവിക്ക് ഏറ്റവും ആത്മീയമായി അടുത്ത് ഒരുങ്ങുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ ഈശോ പിറക്കുവാനായി നാം പുൽക്കൂട് ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ നാം ഓർക്കണം, ആദ്യത്തെ പുൽക്കൂടൊരുങ്ങുവാൻ വേണ്ടി ഒരുപാട് മനുഷ്യരുടെ, ഒരുപാട് വ്യക്തികളുടെ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമർപ്പണമുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട സമർപ്പണം ഒന്ന് യോസേപ്പിതാവിൻ്റെതായിരുന്നു. യോസേപ്പിതാവിൻ്റെ അനുസരണത്തിൻ്റെതായിരുന്നു. യോസേപ്പിതാവിൻ്റെ ദൈവ ആഭിമുഖ്യത്തിൻ്റെതായിരുന്നു. സമാനമായ ഒരു അനുസരണത്തിൻ്റെ, ദൈവവചനത്തോട് കാണിക്കുന്ന വിധേയത്വത്തിൻ്റെ, വിശുദ്ധിയുടെ, സമർപ്പണത്തിൻ്റെ ഒരു ആന്തരിക പുൽക്കൂടൊരുക്കിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണി മിശിഹായ്ക്ക് പറക്കുവാൻ നമുക്ക് അവസരമൊരുക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഈ തിരുപ്പിറവിയുടെ, ക്രിസ്തുമസിൻ്റെ എല്ലാ ആശംസകളും എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.